ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു നീർദോശയുടെ ഇതായിട്ട് ഇടണേ. നീർദോശ നമുക്ക് പെട്ടെന്ന് നമുക്ക് അരച്ചു വിടാൻ പറ്റണം. നല്ല അടിപൊളിയൊരു അപ്പാട്ട നീർദോശ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് കുതിർന്ന് നേരം വെളുത്ത് തന്നെ അത് അരച്ചത് നമുക്ക് വെള്ളത്തിൻ്റെ ഇതൊന്നും നമുക്ക് നോക്കണ്ട കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ജീരകവും ഉപ്പുമായിട്ട് രണ്ടാമത്തെ ട്രിപ്പിലായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് വെള്ളത്തിൻ്റെ ഒരു കാര്യമൊന്നും നമുക്ക് നോക്കണ്ട. അരയാൻ മാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് പിന്നെ ആ മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് ആവശ്യത്തിന് വെള്ളത്തിൻ്റെ ഒരളവൊന്നും നോക്കേണ്ട, ലൂസായിട്ടിരിക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളത്തിൻ്റെ ഒരളവ് പോലും നോക്കണ്ട. നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടാണ് വേണ്ടത്. അതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഉപ്പും പഞ്ചസാരയും ഒരു ബാലൻസ് ആവും, നല്ല ടേസ്റ്റും ആവും കേട്ടോ. എന്നിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, അപ്പം തന്നെ നമുക്ക് ചൂടാം. പിന്നെ അതിലോട്ട് ഞാൻ ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് കട്ട ആയിപ്പോയതാട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ. അപ്പം തന്നെ ചുട്ടെടുക്കാം. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തൂക്കണമൊന്നുമില്ല, അപ്പച്ചട്ടിയിൽ തൂക്കണമൊന്നുമില്ല. ഒരു സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കും. എന്നിട്ട് അപ്പച്ചട്ടിയിൽ നമ്മൾ വേറെ എണ്ണ ഒന്നും തടവി കൊടുക്കണ്ട, ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് വെള്ളത്തിൻ്റെ ഇത് കണ്ടോ ഇങ്ങനെ കിടക്കണം. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് അങ്ങനെ ചേർക്കാം. അങ്ങനെ അരച്ച് ചേർക്കാനൊന്നുമില്ല. ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു തവി ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. നല്ല പച്ചക്ക് ചേർന്ന് നല്ല സൂപ്പറായിട്ടുള്ള നീർദോശയായിട്ട് കിട്ടുന്നത്. നല്ലോണം മൊരിച്ചായിട്ട് എടുക്കുന്നത് നല്ലോണം, എന്നാൽ എവിടെ ഇഷ്ടമാവുള്ളൂ. മൊരിയണ്ട. സാധാരണ രീതിയിലാണെങ്കിൽ ചുമ്മാ അങ്ങോട്ട് ഒരു ഇച്ചിരി നേരം ഒരു അപ്പത്തിൻ്റെയൊക്കെ ഒരു അളവറിയാലോ, അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അത് ഇതുപോലെ ചുട്ടെടുക്കാം. നല്ല അടിപൊളിയാട്ടോ ഇത്. അതുപോലെ അടുത്തതും ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ഇത് നമുക്കിതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അപ്പോൾ അത് രണ്ടാമത്തതും ചുട്ടെടുത്തു. മൂടി വെക്കണം. മൂടി വെച്ചിട്ട് തുറന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 സെക്കൻഡും കൂടെ വെച്ച് ഒന്ന് ഉണങ്ങി മൊരിഞ്ഞിങ്ങനെ എടുക്കുന്നത് കണ്ടോ. നല്ല അടിപൊളി നീർദോശയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിനിപ്പോൾ ഏത് കറിയും ചേരും. പിന്നെ കറി ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അപ്പാട്ടോ നീർദോശ. പെട്ടെന്ന് നമുക്ക് അരച്ച് അപ്പം തന്നെ ഡയറക്റ്റ് ചുടുകയും ചെയ്യാം. ഒരു കറി ഒഴിച്ചിട്ട് ചീറ്റിച്ചെടുക്കുന്നത് ഇതുപോലെ. ഒത്തിരി കട്ടിയായിട്ട് എടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റായി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ നീർദോശയും നല്ല പാൽച്ചായ കേട്ടോ, ചായയും അടിപൊളി നീർദോശയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.